നമുക്ക് എപ്പോഴും ഫാസ്റ്റ് ആയിട്ട് പഠിച്ചു തീർക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? പക്ഷെ അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യാന്നുള്ളത് പലർക്കും ഒരു ഐഡിയ ഉണ്ടാവില്ല. കാരണം കുറേ പേരും എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സമയം ഇരുന്ന് പഠിക്കും, പക്ഷെ എന്നിട്ട് നല്ല മാർക്കും കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ അവരിങ്ങനെ വിചാരിക്കും, അയ്യോ എനിക്ക് പഠിച്ചെടുക്കാനുള്ള കഴിവൊന്നുമില്ല, എനിക്ക് ഇത്രേ കഴിവുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട് അല്ലേ? അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് മിസ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. എങ്ങനെയാണ് ഫാസ്റ്റ് ആയിട്ട് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് വേഗം എന്ത് ചെയ്യാം, കുറച്ച് ടിപ്സുകൾ മിസ് പറഞ്ഞുതരാം. ആ ടിപ്സുകൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അതനുസരിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഓരോ ചാപ്റ്റർ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതിൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാൻഡ് റിട്ടൺ നോട്ട്സ് എഴുതിയെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് മറ്റുള്ള ആൾക്കാരുടെ നോട്ട് കിട്ടുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നമ്മൾ സ്വന്തമായിട്ട് എഴുതി ഉണ്ടാക്കുന്ന നോട്ട്സ് ആണ്. അതാണ് നമുക്ക് പഠിക്കാനായാലും ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് വേഗം പഠിച്ചെടുക്കാനായിട്ട് പറ്റുന്നത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന നോട്ട്സ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ലൈവ് ഒക്കെ കാണുന്ന സമയത്ത് ടീച്ചറോടെ ലൈവ് ക്ലാസ് എടുക്കും, അതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുക, വേഗം ലെക്ചർ നോട്ട് പോലെ വേഗം ടീച്ചർ പറയുന്ന കാര്യങ്ങൾ ഫുൾ അത് അങ്ങനെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം എന്നില്ല. ജസ്റ്റ് അത് ഷോർട്ട് ആക്കിയിട്ട് എന്ത് ചെയ്യുക, വേഗം നിങ്ങൾ അപ്പം തന്നെ ലെക്ചർ നോട്ട് എഴുതിയിരിക്കുക. അങ്ങനെ ലെക്ചർ നോട്ട് എഴുതിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഷോർട്ട് നോട്ടായിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. മാത്രമല്ല നമുക്ക് എക്സാമിന്റെ തലേ ദിവസമൊക്കെ നമുക്ക് എല്ലാ ടെക്സ്റ്റ് ബുക്കും ഇങ്ങനെ വലിച്ചു വാരി നമുക്ക് നോക്കാനായിട്ട് പറ്റില്ലല്ലോ, സമയമൊന്നും കിട്ടില്ല. അപ്പൊ നമുക്ക് ഈ നോട്ട്സ് ആയിരിക്കും നമുക്ക് ആ സമയത്ത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവാം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിച്ചു, ആ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അതൊക്കെ നമ്മുടെ ബുക്കൊക്കെ ഒന്ന് അടച്ചു വെച്ചിട്ട് നമ്മളത് നമ്മളെ മനസ്സിൽ നിന്ന് പറഞ്ഞു നോക്കി വെക്കുക. നമുക്ക് ആ ടോപ്പിക്ക് കറക്റ്റ് ആയിട്ട് എന്താണ് നമ്മൾ പഠിച്ചത് എന്നുള്ളത് നമുക്ക് സ്വന്തമായിട്ട് തന്നെ പറഞ്ഞ് അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ അത് ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കി നോക്കുക. അത് കറക്റ്റ് ആയിട്ട് ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചത് അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല. ഇനി നമുക്ക് കറക്റ്റ് ആയിട്ട് എല്ലാതും നന്നായിട്ട് ഓർമ്മയിൽ വരുന്നുണ്ട്, നമുക്ക് എല്ലാതും അടിപൊളിയായിട്ട് പഠിക്കാനായിട്ട് പറ്റുന്നുണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച രീതി കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ വട്ടം ഓരോ ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് അത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് മൈൻഡിലൊന്ന് നമ്മൾ ഒന്നും കൂടെ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്തെടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സ്വന്തമായിട്ട് പഠിക്കുന്നതിനേക്കാളും മറ്റൊരാൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേഗം ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു കാര്യം ഏത് ടോപ്പിക് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേഗം ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ ബ്രെയിനിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ടിന് ആ ടോപ്പിക് അറിയില്ല എന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ടിന് പഠിപ്പിച്ചു കൊടുക്കുക. ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരെക്കാളും കൂടുതലായിട്ട് നോളജ് കിട്ടുക ആർക്കാണ്, നമുക്ക് തന്നെയാണ് കിട്ടുക. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, എപ്പോഴും മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു മെത്തേഡാണ്. നമുക്ക് നന്നായിട്ട് പഠിച്ചെടുക്കാനായിട്ടോ ആ ഒരു ടോപ്പിക്ക് പിന്നെ നമ്മൾ മറക്കില്ല, അടിപൊളിയായിട്ട് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ അതല്ല, ഇനിയിപ്പോൾ മിസ് എനിക്ക് ആരെയും പഠിപ്പിച്ചു കൊടുക്കാനില്ല, ഞാനിപ്പോൾ വീട്ടിൽ ഒറ്റയ്ക്കാണ്, എനിക്കിപ്പോൾ ആരും ഇല്ല, ഇപ്പൊ മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനൊന്നും ആരും ഇല്ല എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മിററിലെടുക്കുക. ഓക്കെ, ഒരു മിറർ എടുത്തിട്ട് ആ മിററിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളൊരു ടീച്ചറായിട്ട് നിൽക്കുക, എന്നിട്ട് നമുക്ക് തന്നെ അങ്ങ് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ ആർക്കായാലും നമ്മൾ ആ മിററിൽ നോക്കിയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ആ കാര്യം ആ ടോപ്പിക് എന്താണ് നമ്മൾ പഠിച്ചത് എന്നുള്ളത് വൃത്തിക്ക് നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ നമുക്കത് പറയാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടോപ്പിക് അടിപൊളിയായിട്ട് പഠിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ദിവസവും ഒരു 2 hours എന്ത് ചെയ്യുക, എൻ്റെ കുട്ടികളെ പഠിത്തത്തിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. നമുക്ക് അന്നേരത്തെ പഠിക്കാനും പിന്നെ അതേപോലെ തന്നെ നമുക്ക് റിവിഷനൊക്കെ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ആ ഒരു 2 മണിക്കൂർ എന്നുള്ളത് ഓരോ ദിവസവും നിങ്ങൾ മാറ്റി വയ്ക്കുക. അപ്പോൾ 2 മണിക്കൂർ നിങ്ങൾക്ക് അഥവാ ഒരു ദിവസം കിട്ടിയില്ലെങ്കിലും മിനിമം എന്ത് ചെയ്യുക, മിനിമം 1 മണിക്കൂറെങ്കിലും എന്ത് ചെയ്യണം, ഈ ഒരു സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് പഠിത്തത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കണം. മാത്രമല്ല നമ്മുടെ വീക്കെൻഡിൽ എന്ത് ചെയ്യണം, റിവിഷന് വേണ്ടിയിട്ടുള്ള സമയം കൂടെ നമ്മൾ മാറ്റി വയ്ക്കണം. അപ്പോൾ ഇതെല്ലാ ദിവസവും കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകുക. ചിലർ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു ദിവസം നന്നായിട്ട് കുറേ സമയം ഇരുന്ന് പഠിക്കും, പിറ്റേ ദിവസം വരേക്ക് പഠിക്കാൻ പറ്റില്ല, പിന്നെ അടുത്ത ദിവസം വീണ്ടും കുറെ സമയം എടുത്ത് പഠിച്ചു, പിന്നെ 2 ദിവസത്തേക്ക് ഒന്നും പഠിക്കാൻ പറ്റില്ല. അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഈ പഠനം എന്ന് പറയുന്ന ഒരു ശീലമാക്കി എടുക്കണം അല്ലേ? അപ്പൊ എന്താ ചെയ്യുക, ഓരോ ദിവസവും കറക്റ്റ് ആയിട്ട് ഒരു റെഗുലർ ആയിട്ട് ഒരു ടൈം ഫിക്സ് ചെയ്യുക, ആ ടൈമിൽ തന്നെ ഇരുന്ന് പഠിക്കുക. അപ്പൊ നമുക്ക് പഠിത്തം ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല, കുറേ സമയം ഇരുന്ന് പഠിക്കുന്നു എന്ന് നമുക്ക് തോന്നില്ല, നമുക്ക് നമ്മുടെ പേഴ്സണൽ ടൈമൊക്കെ നമുക്ക് അത്യാവശ്യം കിട്ടും. അപ്പൊ നന്നായിട്ട് എൻജോയ് ചെയ്ത് തന്നെ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും, നല്ല മാർക്ക് കിട്ടും. ഓക്കെ, സെറ്റാണല്ലോ. പിന്നെ അതേപോലെ തന്നെ ഓരോ ദിവസം ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. അതായത് നമുക്ക് ഈ ഓരോ ദിവസം ഇന്ന കാര്യങ്ങളാണ് എനിക്ക് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ഇന്ന ടോപ്പിക്കാണ് ഞാൻ പഠിച്ചു തീർക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എന്താ ചെയ്യുക, ഒരു ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കുക. അപ്പൊ ഈ ഇപ്പൊ ബയോളജിയിലെ ഇന്ന ടോപ്പിക്കുകളാണ് ഞാൻ തീർക്കേണ്ടത് എന്നുള്ള ഒരു ലിസ്റ്റ് ആക്കി വെക്കുക. അങ്ങനെ ലിസ്റ്റ് ആക്കി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്ക് ഓരോ ടോപ്പിക്ക് കഴിയുന്നതിനനുസരിച്ച് അപ്പം എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഒപ്പം ടിക്കറ്റ് പോവുക. അതായത് നമുക്ക് ഓരോ ടോപ്പിക്ക് കഴിയുമ്പോൾ അപ്പം തന്നെ എന്ത് ചെയ്യുക, ടിക്കറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ഉന്മേഷമൊക്കെ കിട്ടും. ഹായ്, ഞാൻ ഇത്രയും പോർഷനൊക്കെ പഠിച്ചു തീർത്തല്ലോ എന്നുള്ളൊരു സന്തോഷമൊക്കെ നമുക്ക് കിട്ടും. ഒപ്പം തന്നെ എന്ത്
എന്ത് ചെയ്യുക, നമ്മൾ കലണ്ടർ എടുക്കുക. ആ കലണ്ടർ എടുത്തിട്ട് നമ്മൾ ഓരോ ദിവസം പഠിക്കുന്നില്ല, അപ്പൊ നമ്മൾ കറക്റ്റായിട്ട് പഠിച്ച ദിവസങ്ങളൊക്കെ എന്ത് ചെയ്യുക, കലണ്ടറിൽ മാർക്ക് ചെയ്ത് പോവുക. അങ്ങനെ കലണ്ടറിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഓ ഞാൻ അടിപൊളിയായിട്ട് ഇത്ര ദിവസമൊക്കെ ഞാൻ നല്ല സെറ്റായിട്ട് പഠിച്ചു, ഏതൊക്കെ ദിവസമാണ് ഞാൻ പഠിക്കാത്തത്, അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റഡി മെത്തേഡൊക്കെ നമുക്ക് കറക്റ്റായിട്ട് റിവ്യൂ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഈ മെത്തേഡ്സ് ഒക്കെ എന്താ ചെയ്യുക, എല്ലാവരും അടിപൊളിയായിട്ട് ഫോളോ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, എന്നെ കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ, നമ്മളെ കൊണ്ട് ഇത് പറ്റും എന്നുള്ളത് എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് അങ്ങനെ വിശ്വസിക്കുക. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റില്ല പിന്നെ വേറെ ആർക്ക് പറ്റാതെ, ഇത്രയേ ഉള്ളൂ അല്ലെ. അപ്പൊ നമ്മളെല്ലാവരും എന്ത് ചെയ്യും, നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് സെറ്റ് ആക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലൈവ് ക്ലാസ്സുകളും അതേപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ ഓൾറെഡി യൂട്യൂബിൽ ക്ലാസ്സസ് നടന്നു പോകുന്നുണ്ട്. അത് കൂടാതെ നിങ്ങൾക്ക് ഈ ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കണം എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ട് ടൈം ടേബിൾ അനുസരിച്ച് നവംബറിന് മുന്നേ നിങ്ങൾക്ക് ടോപ്പിക്കുകളൊക്കെ പഠിച്ചു തീർക്കണം എന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ മാത്രം മതി. അടിപൊളിയായിട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഓരോ ടോപ്പിക്കും നല്ല സെറ്റായിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, റെഡി ആണല്ലോ? അപ്പൊ ഈ ടിപ്പുകൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കില്ലേ? അപ്പോൾ ഇനി മുതൽ എന്ത് ചെയ്യുക, ഫാസ്റ്റ് ആയിട്ട് പഠിച്ചെടുക്കാനായിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, ഒരു ദിവസം 2 മണിക്കൂർ മാറ്റി വെക്കേണ്ട കാര്യം മറക്കരുത്. അപ്പൊ ഇനി നമ്മൾ ഫാസ്റ്റ് ആയിട്ട് പഠിച്ചിട്ട് നമ്മുടെ ക്രിസ്മസ് എക്സാമിൽ നമുക്ക് അടിപൊളിയായിട്ട് മാർക്ക് വാങ്ങും. ഓക്കെ, സെറ്റാണല്ലോ? അപ്പൊ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ ചാറ്റ് ബോക്സിൽ കുറെ ഹാർട്ട് ഇമോജീസ് ഒക്കെ ഇടാം. ഓക്കെ.